ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് കുപ്പംപുഴയിൽ തള്ളിയ മണ്ണ് നീക്കം ചെയ്യാത്തതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. പുതിയ പാലത്തിനടിയിലെ മണ്ണ് നീക്കാതെ കരയിൽ മണ്ണിട്ട് നികത്താനുള്ള നീക്കത്തിനെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. മണ്ണ് നീക്കാത്തതിനെ തുടർന്ന് ചെറിയ മഴയിൽ പോലും പ്രദേശത്തെ കടകളിലും വീടുകളിലും ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുപ്പത്ത് പുതിയ പാലം നിർമ്മിക്കുന്നുണ്ട്. നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായി എടുക്കുന്ന മണ്ണ് കുപ്പംപുഴയിലാണ് തള്ളിയിരുന്നത്. ഇത് നീക്കം ചെയ്യാമെന്ന സ്ഥലം MLA MV ഗോവിന്ദനും കലക്ടറുമടക്കം നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ പാലത്തിന്റെ അടിയിൽ പുഴയിൽ നിക്ഷേപിച്ചിരിക്കുന്ന മണ്ണ് മാറ്റാതെ കരയിൽ മണ്ണിട്ട് നികത്തുന്നു. ഇങ്ങനെ കരയിൽ മണ്ണിട്ട് നികത്തിയാൽ പുഴയിലെ മണ്ണ് പിന്നീട് മാറ്റാനാകില്ല. ഈ 2 വർഷത്തിനിടയിൽ ഒരുപാട് പ്രാവശ്യം വെള്ളം കയറി, വർഷകാലത്ത് വെള്ളം കയറി കടകളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അത് അവർ സാധനങ്ങൾക്ക് ഓരോ പ്രാവശ്യം മാറ്റും, വീണ്ടും ആ സാധനം തിരിച്ചു കൊണ്ടുവരും. ഒരു മാസം പിന്നെയും മഴ വരുമ്പോൾ നല്ലൊരു മഴ വരുന്നാൽ വീണ്ടും വെള്ളം കയറും. പാലത്തിൻ്റെ വർക്ക് ഏകദേശം ഇവിടെ തീരാറായി. ഇതിൻ്റെ കണ്ടിന്യൂ വർക്കാണ് നടത്തേണ്ടത്. അപ്പോൾ ഇനി അതിന് അപ്പുറത്ത് മണ്ണിട്ട് കഴിഞ്ഞാൽ തുടർന്ന് ഈ മണ്ണ് എടുത്തു കൊണ്ടുപോകാൻ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. കാരണം വണ്ടി വന്ന് കൊണ്ടുപോകാനുള്ള ഒരുപാട് സാങ്കേതികത്വമുണ്ട്. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവർ പറഞ്ഞത് അടുത്ത് തന്നെ അത് നീക്കും, 2 ദിവസം കൊണ്ട് നീക്കും എന്ന് പറഞ്ഞിട്ടാണ്. മുന്നാന്ന് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വാഹനങ്ങൾ തടയേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പുഴയുടെ അടുത്തുള്ള ജനങ്ങളും വ്യാപാരികളും ദുരിതത്തിലാണ്. ചെറിയ മഴ പെയ്താൽ പോലും കടകളിൽ വെള്ളം കയറും. കടയിൽ 5-6 പ്രാവശ്യം വെള്ളം കയറി. ഇതിന് സാധനം മാറ്റിക്കൊണ്ടേയിരിക്കലേ പണിയില്ല. നമ്മൾ പിന്നെ ആരോട് പറയുന്നത്? അധികാരികളോട് പറയുന്നതല്ലാണ്ട് വേറെ ആരോട് പറയാൻ ഇല്ലല്ലോ. ഇവിടെ നാട്ടുകാർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഇത് ചെറിയ മഴക്കുന്ന കുറച്ച് വെള്ളം കയറുമ്പോൾ കടയിലെത്തും. ഇന്ന് മിഞ്ഞാത്ത മഴക്ക് ചളിയും വെള്ളം വന്നിന് ഈ വെള്ളം ഒഴുകിയിട്ട് അപ്പുറത്തേക്കൂടി കടയിലേക്കാണ് വരുന്നത്. മണ്ണ് നീക്കം ചെയ്യാമെന്നാണ് കോൺട്രാക്ടർ ആവർത്തിക്കുന്നത്. മണ്ണ് മാറ്റാതെ തുടർപണികൾ നടത്താൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് നാട്ടുകാരുള്ളത്. MLA MV ഗോവിന്ദൻ മാഷ് ഇടപെട്ടു. കളക്ടർ ഉറപ്പ് നൽകി. മണ്ണ് നീക്കം ചെയ്യാമെന്നുള്ള ഈ വാഗ്ദാനങ്ങളൊക്കെയും പാഴായിരിക്കുകയാണ്. ഒരു ചെറിയ മഴയത്ത് പോലും സമീപത്തെ കടകളിലേക്ക് വെള്ളം ഇരച്ചു കയറുകയാണ്. സാധനമെടുത്ത് ഓടേണ്ട ഗതികേടിലാണ് വ്യാപാരികൾ. ഇനിയെങ്കിലും അധികൃതർ കണ്ണു തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.